എൻ്റെ പണി കഴിഞ്ഞിട്ടാ ഞാൻ ഞായറാഴ്ച 8-ാം തീയതി 8/3/2026 പിന്നെ വണ്ടി കൊടുന്ന് നിർത്തി രാവിലെ പുലർച്ചെ പോയി. ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുകയാണ്. എത്ര പേര് കാണുന്നുള്ള അറിയില്ല. യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളോടും ഞാൻ വേറൊരു സംഭവം ഇന്നലെ ഒരു സംഭവം കണ്ട്, അത് കാരണം ഞാൻ ഇന്ന് വീഡിയോ എടുക്കുക. അതിനെപ്പറ്റി അതിൻ്റെ ചരിത്രം ഒന്ന് പറയാച്ചിട്ട് പറയാനൊന്നുമില്ല. ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അത് ഞാൻ ഇവിടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടൊക്കെ എഴുതിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ അപ്പുറം കുറേ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഓരോന്നിങ്ങനെ എഴുതും. കാരണം കുറേ ബുക്കിൽ എഴുതിയൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ പോട്ടെ, കാറ്റിൽ ഇളഞ്ഞ ആളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പണിക്കാരൻ ചെറുക്കണ്ടായിരുന്നു, അനിൽ എന്ന് പറഞ്ഞിട്ട്. ഓൻ ഇതേമാതിരി വീട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു 2 കൊല്ലം മുന്നേ ഓൻ സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരുപാട് കൊല്ലമായി എൻ്റെ അടുത്ത് നിൽക്കണം, രണ്ടാമത്തെ വീടൊന്നും വെക്കാൻ പറ്റണില്ല. അപ്പോൾ ആ വിഷമത്തിൽ ഞങ്ങൾ റാണിപ്പാക്ക് പറഞ്ഞ സ്ഥലത്ത് അവിടെ പൈതൻ്റെ 2 യാറുണ്ടായല്ലോ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കയറിയതിന് ശേഷം കുറച്ചേരം ഇരുന്നപ്പോൾ ഓൻ്റെ സങ്കടങ്ങൾ ഇങ്ങനെ പറയുകയാണ്. എന്തിലേക്ക് വീട് വെക്കാൻ പറ്റിയില്ല, അങ്ങനെ എന്താണെന്നിട്ട് ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമ്മളീ തങ്ങൾപ്പാപ്പാൻ്റെ പൈതലിൻ്റെ 2 യാറുണ്ടല്ലോ, അവിടെ നിന്നിട്ട് ആദ്യം എൻ്റെ ദൈവത്തിനോട് പറഞ്ഞോളാം. എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഒന്ന് പറഞ്ഞുവിടാം എൻ്റെ മനസ്സിലെ വിഷമവും കാര്യങ്ങളും സഹായിപ്പിച്ച് തരികയെന്നുണ്ടെങ്കിൽ നടക്കില്ല നോക്കാമല്ലോ. അങ്ങനെ ഞാൻ ഓനോട് പറഞ്ഞ് ഒരു കാര്യം, ഞാൻ പറഞ്ഞു 2026 4-ാം മാസത്തിനുള്ളിൽ എൻ്റെ വീട് പണി ഒരുവിധം കഴിയും, എല്ലാം കഴിയിട്ടാന്ന് പറഞ്ഞു. ഞാൻ ഈ പുണ്യ റമദാൻ മാസത്തിലാണ് പറഞ്ഞിട്ടാ, നമ്മളാരും വിശ്വസിക്കൂല. ഞാനത് പറഞ്ഞ് 2 കൊല്ലം മുന്നേ അങ്ങനെ നാവുമെന്ന് അങ്ങനെ വീണതാണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ കൂടെ ജീവിതത്തിൽ കൂടെ കടന്നു വരും എന്നുള്ളത്, സത്യം പറച്ചാൽ ജീവിതത്തിൽ കൂടെ കടന്നു വരും എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാനങ്ങനെ പറഞ്ഞ് 2 കൊല്ലം മുന്നേ പറഞ്ഞതാണ്. പക്ഷേ എന്നാണ് പറഞ്ഞ് എത്ര കൊല്ലം മുന്നെയാണ് സംഭവിക്കാമെന്ന് എനിക്ക് ഓർമ്മയില്ല. ചെറുക്കനോട് ഞാൻ പറയും ചെയ്ത് അവിടെ എഴുതിയ ചേരട്ടെ, ഞാൻ ഈ പറഞ്ഞ ചിലപ്പോൾ നാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ ചിലപ്പോൾ സംഭവിച്ചെന്നും വരൂട്ടാ. അങ്ങനെ ഓൻ പറഞ്ഞ് ഓനക്ക് ഓർമ്മ ഇട്ടില്ല എന്നാണ് ഈ പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ 2026 ഓൻ്റെ വീട് പണി ഈ 3-ാം മാസത്തിൽ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നലെ ഞങ്ങളോട് സത്യം പറച്ചാൽ, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് നോമ്പ് തുറക്കാൻ നേരത്ത് ഇവിടെ ഇങ്ങനെ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആക്കി വെച്ചിട്ട് ഇപ്പോൾ വാങ്ങി കൊടുക്കാൻ ഒരു 10 മിനിറ്റ് കൂടി ഉണ്ടല്ലോ, 5 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ വാങ്ങി കൊടുക്കാൻ ഒരു 5 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്താലും ഇങ്ങനെ നിന്നിട്ട് ഇവിടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ എഴുതിയതിൻ്റെ അവിടേക്ക് ഞാൻ എൻ്റെ എഴുത്തൊക്കെ തെറ്റാണ്. കാരണം ഞാൻ സ്കൂളിലൊന്നും പോകാത്ത കാരണം എനിക്ക് നിശ്ചയുള്ള മാതിരി കണക്കും കാര്യങ്ങളൊക്കെ എഴുതണമല്ലോ. അപ്പം ഞാൻ എഴുതിയപ്പോൾ എനിക്ക് വായിക്കാൻ അറിയാം, അല്ല നിങ്ങൾക്ക് ആർക്കും വായിക്കാൻ അറിയില്ല. കാരണം എന്താണ് അപ്പം എഴുതിക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇമ്മക്ക് നോക്കിയാൽ എന്തൊക്കെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കട്ടെ എന്ന് കേൾക്കുമ്പോൾ ഇതിമ എഴുതിക്കണേ 2026 4-ാം മാസം അനിലിൻ്റെ വീടിൻ്റെ പണി തീരും എന്നാണ് അവിടെ എഴുതിക്കണേ. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ തന്നെ ഞാൻ ഇന്നലെ ആകെ അന്തം വിട്ട് അടച്ചനായി. അപ്പം നമ്മളെ പള്ളി പൈതൻ്റെ യാത്രത്തിൻ്റെ അവിടെ നിന്ന് പറഞ്ഞതും അതല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ മാസം ആ ചെറുക്കൻ റംസാൻ മാസത്തിൽ ഓൻ്റെ പണി അന്ന് റംസാൻ മാസത്തിൽ ആ നോമ്പ് കാലത്ത് തന്നെയാണ് തെങ്ങ് കയറിക്കണത്. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു ചെയ്ത് റംസാൻ മാസം കടന്നു വരുമ്പോൾ നിൻ്റെ വീടിൻ്റെ പണിയൊക്കെ ഒരുവിധം ആയി തീരുട്ടാന്ന്. അതിപ്പോൾ യഥാർത്ഥത്തിൽ സംഭവം കടന്നു വന്നിട്ടുണ്ട്. ഇന്നലെയാണ് ഞാൻ ആ എഴുതി വെച്ച് കണ്ടിരിക്കണേ. ചെറുക്കനോട് ചോദിച്ച് ഓനക്ക് ഓർമ്മയില്ല. ഓനും പറഞ്ഞ് എന്തോ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ 2026 പറഞ്ഞ് ഏത് മാസം എന്ന് അറിയില്ല. ഇപ്പോൾ അത് അതിൽ കാണാണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ എഴുതിയതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് എടുത്ത് വിട്ടുതരുന്നുണ്ട്. ഇത് ഒരു 5 മിനിറ്റിലെ വീഡിയോ ഉണ്ട്, നിങ്ങൾ കാണണം. ഞാനിപ്പോൾ ആ വീഡിയോ കാണിച്ചത് ഞാൻ ഇവിടെ എഴുതി വെച്ചത് അതിലുള്ള സംഭവമായിട്ടാണ്. ഞാനെല്ലാം ഇപ്പോൾ എഴുതി വെച്ചതൊന്നുമല്ല, റബ്ബാണ് സത്യം. ഞാൻ ഇപ്പോൾ എഴുതി വെച്ചൊന്നുമല്ല. അന്ന് എന്തോ എഴുതി വെച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല, എവിടെ എന്തോ എഴുതി വെച്ച പോലെ തോന്നിയത്. അപ്പോൾ അതും ഇപ്പോൾ ഓൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞതിൽ ഓൻ ചെയ്തപ്പോൾ ഇവിടെ നാട്ടിൽ പോയാലോ ഇപ്പോൾ അടുത്ത് ഓൻ കരഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ടല്ലോ. അങ്ങനെ ഓൻ നാട്ടിൽ ചെന്ന പാടനെ ഞാൻ അവനക്ക് പൈസ വിട്ട് കൊടുത്തിന് 2 ലക്ഷം ഉറുപ്യ അവൻ്റെ അക്കൗണ്ട് വിട്ട് വന്നാൽ എൻ്റെ ഒരു വീടിൻ്റെ പണി തുടങ്ങിക്കൊടുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഇനിയും വിട്ടുതരാം, പിന്നെ അത് കഴിയുമ്പോഴത്തേനും ഇനിയും വിട്ടുതരാം, എന്തായാലും അവൻ്റെ ആഗ്രഹമല്ലേ. അപ്പോൾ ആ ഒരുപാട് കരഞ്ഞിരിക്കണേ. എന്നാൾ കുറേ മുന്നേ ഒരു 4 കൊല്ലം മുന്നേ ഇവിടെ ഇരുന്നിട്ട് കലാക്കിനെ എന്തിനാ കരഞ്ഞെന്ന് വെച്ചപ്പോൾ ഓനക്ക് അവൻ്റെ പെണ്ണുങ്ങൾ ചെയ്താറിയത്ര വീടും ഇതൊന്നും വെക്കാത്ത കാര്യം അക്കൂടെ കേട്ടപ്പോൾ ഞാനാകെ കടത്തി നിൽക്കുന്ന സമയവും ഒക്കെ പാടായിട്ട് ഇന്നെ കൊണ്ട് പറ്റണ്ടേ. എനിക്ക് തോട്ടത്തിൽ കുറേ പണം കൊണ്ട് കെട്ടണം, എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞതും അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരുപാട് പണി, അതിൻ്റെ ഇപ്പോൾ സുഖമില്ലാതെ കിടന്നതും ഒക്കെ പാടായിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഏകദേശം അത് ശരിയായിട്ടുണ്ട്. അപ്പം ഞാനത് ആ വീഡിയോ അവിടെ ഇവിടെ ഇതിൽ ഇങ്ങനെ ഫ്രണ്ട് കാണില്ല, ബാക്ക് പിടിക്കേണ്ടി എടുത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
ഞാൻ ഫ്രണ്ട് ക്യാമറ എടുത്തു തരാം. ഇതാട്ടോ സംഭവം. ഞാൻ ഇവിടെ എഴുതി വെച്ചതാണ് അന്ന് 2026 4 മാസം അനില് വീട് പണി അവസാനിക്കും എന്നുള്ളത് അന്ന് എഴുതി വെച്ചതാണ്. എന്ന് 2 കൊല്ലം മുന്നേ എഴുതി വെച്ചാ. അതുപോലെ അത് മാത്രമൊന്നല്ല, ഒരുപാട് കാര്യങ്ങൾ ഇതേമാതിരി പലതും പറയാൻ നിന്നൊരു സംഖ്യ ഉണ്ട്. അതൊന്നും ഇത്ര ഒരാൾ വിശ്വസിക്കൂല. ആരെങ്കിലോട് ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ ആ ആൾക്കത് നടന്നിരിക്കും. വലിയ വർത്തമാനമല്ല. ഞാൻ തങ്ങളോ മൊയിലേരോ അല്ല പാണങ്കാട്ട് ഷാബ് തങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞ ആളൊന്നല്ല. ഞാൻ എന്തെങ്കിലും ഒരാളുടെ ഒരു വാക്ക് പറഞ്ഞോ അത് പക്ഷെ ആൾ നല്ലവനായിരിക്കണം കേട്ടാ. ഓനൊരു തെറ്റും ചെയ്യാത്ത ഒരാളായിരിക്കണം. ഓൻ കുറേ മറ്റുള്ളവൻ്റെ പൈസ കുറേ വാങ്ങി തിന്നല്ല, മറ്റുള്ളവനെ ചതിക്കുക, മറ്റുള്ളവൻ്റെ കുറേ വേണ്ടാത്തൊക്കെ ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് ഒരാളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടൂല. നേരെ മറിച്ച് ആളൊന്നും ചെയ്യാത്ത ആളാണ്, നല്ല വഴിക്ക് കൂടെ നടക്കണ നല്ലൊരു മനുഷ്യനാണ്. അത് മുസ്ലിമായി, ഹിന്ദുവായി, ക്രിസ്ത്യാനായി, ഏത് മനുഷ്യനായിക്കോട്ടെ, ഓ നല്ല പ്രവൃത്തി കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ എന്നോട് വന്നിട്ട് എന്തെങ്കിലും ഒരു സങ്കടം പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് പറയുന്നതാണ്. എൻ്റെ മനസ്സിലേക്ക് കൊടുത്ത് തോന്നും, എൻ്റെ തലച്ചോളം എന്തെങ്കിലും ചിന്ത വരും. അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞു, ഇടച്ച് നേരാവടാ, ഇജ്ജ് ഇത്രാം തീയതി ഇത്ര മാസത്തിനുള്ളിൽ ഇത്ര കൊല്ലത്തിനുള്ളിൽ ഇജ്ജ് നേരാവെന്ന് പറഞ്ഞാൽ ഓനത് നേരായിരിക്കും ചെയ്യും. കാരണം അത് ഉണ്ടായ സംഭവങ്ങൾ കുറേ ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. യഥാർത്ഥ ജീവിതത്തിൽ കൂടെ കടന്നു പോയ സംഭവം. എൻ്റെ നാട്ടിൽ നിന്ന് എന്താ നാട്ടിൽ ഇതേമാതിരി ഒരു സ്നേഹിതൻ്റെ അവരെ കുട്ടിയുടെ 2 കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആകെ കടത്തി മുങ്ങിൻ്റെ ഇതൊക്കെ ആയിട്ട് എന്നോട് അവിടെ ഒരു വീട്ടിൽ വന്നതാണ്, വേറെ ആവശ്യത്തിന് വന്നാൽ. അപ്പം എന്നോട് ഞാൻ സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ശരിയായി കൊടുത്താത്ത ഇത്രാം തീയതി ഇത്ര കൊല്ലത്തിനുള്ളിൽ നിങ്ങളെ കടങ്ങളും ബാധ്യതകളൊക്കെ തീരും മാനുവാണ് ആ പറഞ്ഞെന്നും പറഞ്ഞ് തന്നെ അപ്പോൾ അതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഒരുവിധം വീടി. അപ്പോൾ ഓരോന്ന് ചിലവരെ നാവ് പൊന്നാവും എന്ന് പറയില്ല, ചിലവരെ നാവ് കരിനാവാണ്. ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇടച്ച് നശിക്കണമെന്ന് പറഞ്ഞാൽ ഓൻ നശിക്കും ചെയ്യും. ഇജ്ജ് നേരാവിടാന്ന് പറഞ്ഞാൽ എന്നാൽ ഓനക്ക് അത് കിട്ടും. എൻ്റെ വാപ്പൻ്റെ നാവുമെന്നൊക്കെ വാപ്പ എന്തെങ്കിലും പോയി തരുന്ന ബോംബെ പോണ സമയത്ത് ഒരു 10 റുപ്യ ഉമ്മയും തരും. അതവിടെ വെച്ചോ പട കുട്ടി ഒരു കൈമടക്കാണ്. മക്കൾ പോയി നേരാവാൻ വേണ്ടിയിട്ട് അത് ഞാൻ എല്ലാവരോടും പറയണ്ടേ. തന്തിയും തള്ളാരുടെ അടുത്ത് നിന്ന് അവരൊക്കെ കണ്ണടയാണ്ട് മുന്നേ ഒരു 10 റുപ്യ അവരോട് പോകുമ്പോൾ അവർ നിങ്ങൾ ചോദിച്ചിട്ട് പറയാം, ഒരു 10 റുപ്യ നിങ്ങൾ തരി കൈമടക്കായിട്ട് എൻ്റെ പേഴ്സിൽ വെക്കാനാണ്, ഞങ്ങളിങ്ങനെ പോയിട്ട് നേരാവാൻ വേണ്ടി. ആ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും ഹൃദയത്തിൽ നിന്ന് തരുന്ന പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് റഹ്മത്ത് എന്തായാലും ഉണ്ടാവും. ദിവസം നമ്മൾ ദാരിദ്ര്യം ഉണ്ടാവില്ല, അതായത് പട്ടിണി എടുക്കൂല. നമ്മളെ ജീവിതം നല്ല ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ പട്ടിണി എടുക്കാതെ ജീവിക്കും. കാരണം ആ വാപ്പിയമ്മയും തന്ന ഒരു പൈസ അത് ഞാൻ ഇപ്പോൾ എപ്പോഴും പറയണ്ട. നമ്മൾ സ്വന്തം വാപ്പിയമ്മില്ലെങ്കിലും നമ്മളെ ഭാര്യയുടെ മാരുടെ വാപ്പയാണെങ്കിലും മേടിച്ചോളെ. അവരൊക്കെ ശരിക്കും മനസ്സിനുള്ളിൽ നിന്ന് തരുന്നതാണ്. ഹൃദയം പൊട്ടിട്ട് എൻ്റെ മക്കൾ പോയി നേരാവട്ടച്ചിട്ട് അത് എപ്പോഴും മേടിക്കുന്നൊരു പേഴ്സിൽ വെക്കുക. അപ്പോൾ വാപ്പിയമ്മയൊക്കെ അയത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ 10 റുപ്യ തരുന്നേ മേടിച്ചിട്ട് അത് ചിലവാക്കാതെ നല്ലപോലെ അല്ലെങ്കിൽ 20 റുപ്യ മേടിച്ചോളൂ. അപ്പോൾ 30 റുപ്യച്ചിട്ട് തരാൻ പറയും. ഒന്ന് കല്ലേലും ഇടുക, ഒന്ന് നമ്മളെ പേഴ്സിലും വെക്കുക. നല്ല റഹ്മത്തുണ്ടാവും. നമ്മൾ ഒരിക്കലും നമ്മളിങ്ങനെ വിചാരിച്ച ഓരോ സ്വപ്നങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും. ഞാൻ നീട്ടി പോകണില്ല, ഇത് പറയാൻ നിന്ന കണ്ടമാനം വീഡിയോസാവും. അപ്പോൾ ഞാൻ ആ ഏരിയകൾ കാണിച്ചു തന്നില്ല. അത് ഞാൻ 2 കൊല്ലം ഞാൻ അത് അറിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെയാണ് ഇപ്പോൾ ഞാൻ ആ സംഭവം കാണാം. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വിട്ടത്. അപ്പോൾ ആ ചെറുക്കൻ്റെ വീടിൻ്റെ പണി ഓനെ അന്ന് ചെയ്തതും ഇപ്പോൾ രണ്ടാമത്തെ പോനെ അതിൻ്റെ പകുതി ബാക്കിൽ ചെയ്തും കൊണ്ടുള്ള വീഡിയോ അതും ഞാൻ ഇതിൻ്റെ കൂടെ വിട്ടിരുന്നുണ്ട്. ഓക്കെ, 1-2 വിട്ടുതന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കുറേ വീഡിയോസുകളുമായിട്ട് ഇനി ഞാൻ വേറെ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ച പണിക്കൊന്നും പോയിട്ടില്ല. ഞാൻ ഒരു ലോറി നിറച്ച് കളഞ്ഞതിനുണ്ടായിരുന്നു, തേങ്ങ ഉണ്ടായിരുന്നു. 10-20,000 റുപ്യയുടെ അതുകൊണ്ട് കാലിയാക്കി കൊടുത്ത് ഇനി ഒന്ന് പോയിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ. ഓനൊന്ന് ആ ചെറുക്കനൊന്ന് നാസ്താക്കാൻ വിടണം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തി. ഓക്കെ, അസ്സലാമു അലൈക്കും. आज का वीडियो ऐसे आज तारीख है 7 तारीख शाम को 3 बजे सीढ़ी है टेरिस पे जाने के लिए। अब इसके ऊपर और जाएगा। आदमी लोग काम कर रहे हैं, वहाँ पर भी काम कर रहे हैं, इधर भी है, इधर भी। എൻ്റെ പണിക്കാരൻ കുട്ടിയെ ഞാനൊരു കാര്യങ്ങളോട് പറയണേ. എൻ്റെ പണിക്കാരൻ കുട്ടി നാട്ടിൽ പോവുകയാണ്. ഇന്ന് 17-ാം തീയതി പോവുകയാണ് രാവിലെ. ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കരയായിരുന്നിട്ട് നോക്കാണ് കരയെ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ മുന്നിൽ ഇരുന്നിട്ട്. കാരണം ഓനെ
ഓനൊരു വീട് വെക്കാൻ मैं വേണ്ടിട്ട് गरीब आदमी, मैं घर बना नहीं सकता, मेरा सेठ मेरा मदद कर रहा है घर बनाने के लिए। ഒരു വീട് വെക്കാൻ വേണ്ടി ഒരുപാട് കാലമായിട്ട് ഓൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. ഓന്റെ അച്ഛനെ കൊണ്ടും പറ്റാത്ത ഒരു അവസ്ഥ, അവന്റെ വീട്ടുകാരെ ആർക്കും ഓന് സപ്പോർട്ട് ചെയ്യണില്ല ആരും. ആ ഒരു ഇതിൽ കൂടെ ഒരുപാട് കരഞ്ഞിട്ട് ഞാൻ ഇന്നാളും ഇതേമാതിരി ഞാൻ പറഞ്ഞു ബേജാറാവണ്ട, ഒക്കെ എനിക്ക് ശരിയാവും. കാരണം ഞാൻ ഒരു ഡേറ്റ് പറഞ്ഞു, मैं तुमको तारीख बताया था ना, इतना साल में तेरा घर का काम हो जाएगा. ഞാൻ ഒരു 2 കൊല്ലം മുന്നേ ഒരു കൊല്ലം മുന്നേ പറഞ്ഞു 2026 ഇങ്ങനെ റംസാൻ മാസം കടന്നു വരുമ്പോ എനിക്ക് റംജാൻ ടൈം തേരാ സബ് സ്വപ്ന ഹോ ജായേഗ. ഞാൻ പറഞ്ഞു എന്റെ വീട് പണിയൊക്കെ ശരിയാവും, ബേജാറാവണ്ട, എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ എനിക്ക് ചെയ്തു തരണ്ടെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി നാളെ 18-ാം തീയതി രാവിലെ പുലർച്ചെ പോവുകയാണ്. ഇപ്പോ കരയിരുന്നിട്ട്, കാരണം ഞാനിപ്പോ ഞാനൊരു കുറിയിൽ ചേർന്നിരുന്നു, 2 ലക്ഷത്തിന്റെ കുറി ചേർന്ന് ഓന്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്ത് ഇനി വേറൊരു 2 ലക്ഷം കൂടി ഓനക്ക് വേറെ കൊടുത്തിട്ട് ഇപ്പോൾ പകുതി വീടിന്റെ ചെറുതുവരെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരെ കൊണ്ട് പാകമില്ല. പിന്നെ നമ്മളൊക്കെ നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ വലിയ ശമ്പളമൊന്നും നമ്മൾക്ക് കൊടുക്കാൻ പറ്റില്ല. ആർക്കായാലും ഇവിടെ ഉള്ള കച്ചവടക്കാർക്കൊക്കെ ശമ്പളം കുറവാണ് എല്ലാവർക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിമെന്നൊക്കെ ഇളനീൻ്റെ മുളക് വിറ്റിട്ടൊക്കെ എന്താ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞിട്ട് ഓ ഇതിന്ന് കരയാ സ്വപ്ന പൂര കറക്കി തരാമോ. ഓർക്ക് വീടൊക്കെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ ഒക്കെ കൊടുത്താൽ സന്തോഷം. ഒരുപാട് കരയായിരുന്നിട്ട് പോനെ. ഞാൻ പറഞ്ഞു കരയൊന്നും വേണ്ട, ഒക്കെ ഓരോന്നിനും ഓരോ ടൈമുണ്ട്. ഞാൻ നമ്മളെ റാണിപ്പാക്ക് പറഞ്ഞ സ്ഥലത്ത് ഒരു തങ്ങൾപ്പാപ്പാന്റെ ഖബർസ്ഥാൻ തന്നെ ഉദർ റാണിപ്പാക്ക. ആ തങ്ങൾപ്പാപ്പാന്റെ അവിടെ തെങ്ങുമ്മ കയറുമ്പോഴാണ് ഓന് ഇങ്ങനെ ഓൻ സങ്കടപ്പെടുക്കും വീടൊക്കെ. ഞാൻ പറഞ്ഞു ആ തങ്ങൾപ്പാപ്പാന്റെ അവിടെ പോയിട്ട് ഏതായാലും ഞങ്ങളെ തങ്ങൾപ്പാപ്പാന്റെ തെങ്ങിന്റെ മുകളിൽ ഇങ്ങനെ കയറും, ഭയങ്കര അപകടം പിടിച്ച തെങ്ങിന്റെ മുകളിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ നിന്നിട്ട് എന്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ എന്നിട്ട് പറഞ്ഞു കൊടുന്ന് പറഞ്ഞു. പറച്ചവനോടും പറഞ്ഞ് അള്ളാഹ് ദൈവത്തിനോട് പറയും, എന്നിട്ട് അവിടെ തങ്ങൾപ്പാപ്പാന്റെ അവിടെ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടെന്നും പറഞ്ഞ് അതേ ടൈമാകുമ്പോൾ അവന്റെ വീട് പണി ഏകദേശം ശരിയാവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇപ്പോൾ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയും എനിക്ക് 2 ലക്ഷം കൂടി വേറെയും കൊടുക്കും. എന്തായാലും ഓന്റെ പണി മുഴുവനും തീരും. അപ്പോൾ എല്ലാവരോടും എന്തായാലും ഓന്റെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടാൽ മതി. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും ഓർക്ക് പറച്ചവനോട് ദുആ ചെയ്യുക. ആ പാവത്തിന്റെ ഒരു സ്വപ്നമാണ്. നിങ്ങളൊക്കെ ഒരു പ്രാർത്ഥന ഉണ്ടാവണം. तुम्हारा सबका दुआ हो जाएगा, ठीक है अनिल, टेंशन मत लो. घर वाला का अपना यूट्यूब में सब लोग है, सब लोग तुमको तुम्हारे लिए दुआ करेगा. बस तेरा घर एकदम ടക്കാട്ടക്ക. ഓന്റെ വീടൊക്കെ ഒന്ന് വേഗം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ശരിയാവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ദുആ ചെയ്യുക. പാവമാണ്, നമ്മളെ പോലത്തെ ഒരു പാവപ്പെട്ട കുട്ടി ഒരുപാട് കൊല്ലമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നതാണ്. ഇത്രയും പറഞ്ഞാൽ ഇവിടെ നിർത്തുന്നത്. അസ്സലാമു അലൈക്കും. आज से 26 तारीख है, ठीक है. आज का ये वीडियो है मैं बना रहे. घर में बनाने के लिए क्या क्या चीज़ लगेगा ना सब दिखा रहे. सब सामान गिरा रहे मैं गाड़ी से मंगा के. देखो ये सब पत्तल है, ये 2 टाली है और ये सब अभी लेके आया वो लोग. सब गिरा रहे सामान. देखो इधर भी काम चालू है. सब कुछ सामान गिरा रहे मैं. ये रेती है, बहुत महंगा है. ये भी रेती है. इधर भी सामान है. ये सरिया घर के लिए पूरा ढक के रखा. ये घर का डिजाइन पहले का. अभी ये नया इधर से बनाने का. देखो तो पत्तल इधर भी ला दिया है. पत्थर इधर भी गिरा दिया. सब पूरा काम चालू करवा दिया है. सब कुछ सामान आ रहा है. सामान होने के बाद 2-3 दिन में काम चालू हो जाएगा. ठीक है सेठ. ये ऐसा वाला ट्रैक्टर से 4 ट्रैक्टर ये रहती है सामने का. सब बहुत महंगा है. सब कुछ का भाव बहुत लग रहा है. 2 लाख खर्चा हो गया इतना सामान लाने में. अभी और भी लाना पड़ेगा. अभी आदमी लोग आया नहीं काम करने वाला.